ചിത്രപതംഗം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം. ഒരു മലയാള സിനിമ ഇന്ന് പല ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപണി വിജയം മാത്രമല്ല, കലാമൂല്യമുള്ള ചിത്രങ്ങളും എടുക്കാം, അതും ചെറിയ ബജറ്റിൽ തന്നെ എടുക്കാമെന്നൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മലയാളം. ഈ അടുത്ത കാലത്തെ ഏറ്റവും ചർച്ചാ വിഷയമായ വാഴ 2 എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ സവിൻ സായാണ് ഇന്ന് ചിത്രപതംഗത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സവിൻ സായെ. ഹലോ, നമസ്കാരം എല്ലാവർക്കും. ആദ്യമായിട്ട് ഈ പേര് തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ സവിൻ സാ? സാധാരണ ഞാൻ ഇനീഷ്യലി കേട്ടിട്ടുണ്ട്, ഈ അവസാനം സാ വന്നത്? ഇല്ല, അത് അങ്ങനെ വന്നതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേര് ശരിക്കും സവിനസ് എന്നായിരുന്നു. അനിയനായിരുന്നു ഇങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നത് അന്നത്തെ ടൈമിൽ. ഉണ്ടാക്കി തന്ന ടൈം കഴിഞ്ഞ് പിന്നെ ഞാൻ അത് ഉപയോഗിക്കാതൊക്കെ ആയി. അങ്ങനെ ആ പേര് അപ്പോൾ അന്ന് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ ഇത്ര വേണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഹാൻഡുമായിട്ട് ഇട്ട് പോയൊരു പേരാണ്. പിന്നെ അത് കുറേ നാൾ അങ്ങനെ കിടന്ന് പിന്നെ ഞാനത് മാറ്റാനൊന്നും പോയില്ല, അങ്ങനെ തന്നെ പോയി. അങ്ങനെ ആ ഫേസ്ബുക്കിൽ അപ്പോൾ തോന്നിയ പോലെ ഇട്ടൊരു പേര് വിളിപ്പേരായി, സവിൻ സാ തന്നെ. അപ്പോൾ വാഴ 2 അതിനൊപ്പം ഒരു ടാഗ് ലൈനും കൊണ്ടുണ്ടല്ലേ, ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈനും കൂടിയുണ്ട്. ഇന്നത്തെ ചുറ്റുപാടിലുള്ള നമ്മൾ ജെൻസി എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആൺകുട്ടികളുടെ, പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച എന്ന ചിത്രത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ കേവലം ഒരു ജെൻസി പടം എന്നതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് പേരൻറ്റിങ് എന്താണ്, ഒരു കുട്ടിക്ക് അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് തോന്നുന്ന അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഒരു ഫാമിലി എങ്ങനെയായിരിക്കും, അതും എല്ലാ തരത്തിലുള്ള ഫാമിലി, ബ്രോക്കൺ ഫാമിലി അല്ലെങ്കിൽ എല്ലാവരും ഉള്ള ഭയങ്കര സ്നേഹം തുളുമ്പുന്ന ഒരു കുടുംബം എങ്ങനെയാകും, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്, പ്രതിപാദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ചിന്ത ആദ്യം തുടങ്ങിയത്? വിപിൻ ദാസ് എന്ന ആളാണ് എൻ്റെ റൈറ്റർ. അപ്പം പുള്ളി തന്നെയാണ് വാഴ 1 റൈറ്റ് ചെയ്തേക്കണം. അപ്പം ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയതാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ നമുക്കും കുറച്ചുകൂടെ ഭയങ്കര റിലേറ്റഡ് ആണല്ലോ, നമ്മളും ഇതേ കാലഘട്ടത്തിലൂടെ ഒക്കെ പോയതാണ്. നമുക്കും നല്ല കൂട്ടുകാരുണ്ട്, നല്ല സഹോദരന്മാരുണ്ട്, നമ്മളെവിടെയൊക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കുറച്ച് ഈസി ആകാൻ കാരണം അതാണ്. നമ്മളെപ്പോഴും ഒരു സിനിമയുടെ വിപണി മൂല്യം, അതിന് എത്ര ഗ്രോസ് കളക്ഷൻ കിട്ടിയെന്നുകൂടി ഇപ്പോൾ ഒരു വിജയത്തിൻ്റെ അളവുകോലായിട്ട് വയ്ക്കുന്നുണ്ട്. 2026 കണക്കെടുത്താൽ ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ ഗ്രോസ് കളക്ഷൻ നേടിയ ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഇങ്ങനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എങ്ങനെ വാണിജ്യ വിജയം ഇത്ര നേടുമെന്നൊക്കെ ആ സമയത്ത് നമ്മൾ ഈ പടം എടുക്കുമ്പോൾ ആലോചിക്കുന്നുണ്ടോ? വാഴ 1 എന്ന് പറഞ്ഞ മൂവി ഹിറ്റ് പടമായിരുന്നു. അപ്പം അതിനടുത്തെങ്കിലും എത്തണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു. അതങ്ങനെ അതിനൊരു മോശം ഉണ്ടായതില്ല. പിന്നെ നമുക്കും ഒരവസരം തന്നത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ വർക്കാകണം, ആൾക്കാർക്ക് കണക്റ്റ് ആകണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ അതേപോലെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രൂ ആണെങ്കിലും ഡയറക്ഷൻ ടീം ആണെങ്കിലും എല്ലാവരും അങ്ങനെ ഒരു കൂട്ടായ്മ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാനും അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തായിരുന്നു. അപ്പം എനിക്കും അത് ഏറ്റവും നന്നായിട്ട് തന്നെ എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത്ര ഞാനും വിചാരിച്ചിട്ടുള്ളൂ. റിസൾട്ടൊക്കെ അത് വർക്കാകണമെന്നുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ തന്നെ ഇപ്പോൾ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അവരുടെ കുട്ടികളാണെങ്കിൽ തന്നെ കുറേ പേര്, അവരുടെ അച്ഛനമ്മമാർ, അവരുടെ പിന്നെയും ബന്ധുക്കൾ, അങ്ങനെ കുറേ പേരുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ രജിസ്റ്റർ ചെയ്യാനും ഒക്കെ പാടാണ്. പക്ഷെ കൃത്യമായ രീതിയിൽ ഓരോരുത്തരുടെയും കഥ ആളുകൾക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? ഇത് ഒത്തിരി എഡിറ്റിംഗ് ടേബിളിലാണ് ചിത്രം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് പറയും. ഇപ്പോൾ എഡിറ്റിങ്ങിൽ ധാരാളം വർക്ക് നടന്നിട്ടുണ്ടാവുമല്ലോ. ചില സീനുകൾ കളഞ്ഞപ്പോൾ വിഷമമായിട്ടും ഉണ്ടാവും, ഇത് ഇതൊക്കെയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ തോന്നിയ എന്തൊക്കെയാണ്? അത് ഉറപ്പായിട്ടും അങ്ങനെ തോന്നും. ഇപ്പം നമുക്കാണേലും ഇപ്പം എടുക്കുന്ന എല്ലാം നമുക്ക് ഭയങ്കര അതിയായ ഇഷ്ടത്തോടു കൂടിയായിരിക്കും എപ്പോഴും എടുക്കുന്നത്. ചിലപ്പം നമ്മൾ മൊത്തം സിനിമയിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ ലെങ്ത് കൂടുതലുണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരു പരിപാടിയോടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടുത്ത സീനിന് അത് ചിലപ്പോൾ അത്രയും വർക്കാകണമെന്നില്ല. അപ്പോൾ ഇത് മൊത്തത്തിലൊരു പരിപാടിയിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വരുന്നത്. ഞാൻ എഡിറ്ററും കൂടെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ സംസാരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ചിലത് അവന് വേണ്ടായിരിക്കും, പക്ഷേ എനിക്കത് വേണം. ഏറ്റവും നല്ലത് വെക്കാനായിരിക്കും അവനും ആഗ്രഹിക്കുന്നത്. അല്ല, ഏറ്റവും നല്ലതിലേക്ക് സിനിമ പോകണമെന്നായിരിക്കും ഞങ്ങൾ രണ്ടുപേരുടെയും ചിന്ത. സിനിമയിൽ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് എല്ലാം ശരിയെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അറിയില്ല എങ്ങനെയാകും എന്നുള്ളത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ചിന്തിക്കാൻ കുറച്ചൊരു സ്പേസ് ഉണ്ടാകും. അപ്പോൾ നമ്മളും വിചാരിക്കും, അയ്യോ ഇത് ശരിയാണല്ലോ, അവൻ പറഞ്ഞതിന് കാര്യമുണ്ട് എന്നൊക്കെയുള്ള തോന്നൽ ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ പ്രകടിപ്പിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ 10 മിനിറ്റൊക്കെ പോയി ഇന്ന് കഴിഞ്ഞിട്ടൊക്കെ കൊണ്ട് പറയാം, ശരി, ഓക്കെ, റെഡി എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ പകുതിയിൽ ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന നർക്കോട്ടിക്സ് ആ കഥ, അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നതെന്നൊക്കെ നമ്മളൊരു
ഒരു ഡോക്യുമെൻ്ററി എടുത്തു വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു നോട്ടീസോ ഒരു മുന്നറിയിപ്പോ കൊടുത്താൽ ഇത് ആളുകൾ കേട്ട് കളയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നേരിട്ട് കാണിക്കുമ്പോൾ അത് ആളുകളെ കൂടുതലെത്തും. ആ രീതിയിൽ അതിൻ്റെ അകത്ത് വളരെ ശ്രദ്ധേയമായ കുറേ സീനുകൾ അതിനായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇതൊരു ഉപദേശമായി മാറുമോ, ആ ഒരു പേടി ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്, അതല്ല അങ്ങനെയല്ല, ഇതല്ലാത്ത രീതിയിൽ തന്നെ ഫ്ലിപ്പ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും? ഇല്ല, ഞാൻ രണ്ടു തരം സാധ്യത എപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്ക് ഡൗട്ടും തോന്നാറുണ്ട്, ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് എപ്പോഴും കൺഫ്യൂസ് മൈൻഡിലായിരിക്കാം, ഇത് ഓക്കെ ആണോ, ഇതൊക്കെ ഈ രണ്ട് ചിന്തകൾ എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ നല്ലതിനായിരിക്കാം, അത് ചിലപ്പോൾ മോശത്തിനായിരിക്കാം. എന്നാൽ പോലും ഈ രണ്ട് തരം ചിന്തയിലൂടെ പോകുമ്പോഴായിരിക്കും നമുക്ക് അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ പറ്റും തോന്നി. അപ്പോൾ ഞാനും ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ പുള്ളിയാണ് റൈറ്റ് ചെയ്തപ്പോൾ ഒരുപാട് സീൻ, ഒരുപാട് പേജസ് ഉണ്ട്. ഇതെങ്ങനെ ഇത്ര വലിയ സീനൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യും? ഞാൻ അങ്ങനത്തെ ഒരു സീൻ ലൈഫിൽ ഒരിക്കൽ പോലും, അല്ലെ ഞാൻ ഉണ്ടാക്കിയ കഥയിലോ അല്ലെ നമ്മൾ കൂട്ടുകാരൊക്കെ സംസാരിച്ച സ്ഥലത്തൊന്നും അങ്ങനത്തെ ഇങ്ങനെയുള്ള സീനുകളൊക്കെ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലം എങ്ങനെയായിരിക്കും അത് പ്ലേസ് ചെയ്യുക എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഭയങ്കര. ഇത്ര ഇത് എങ്ങനെ ഷൂട്ട് ചെയ്ത് തീരും, അല്ല ഇത്രയും സമയം ഉണ്ടാവില്ല, ഇത് ഈ ചിന്തകളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും ഇപ്പോൾ അതിൻ്റെ വിപിൻ ചേട്ടനുമായിട്ട് ഇരിക്കുന്ന ടൈമിൽ ആളെൻ്റെ ഇങ്ങനെ പറയും, ഇത് ഇങ്ങനെയായിരിക്കാം, ഇതിങ്ങനെ. അപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടി മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ അൽഫോൺസ് പുത്രൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നിട്ട് നീണ്ട ക്ലാസ് പോലെ എടുക്കുകയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത്രയും നീണ്ട ഡയലോഗുകളൊക്കെ പറയുമ്പോൾ പണ്ട് ആളുകളൊക്കെ സ്വീകരിക്കുന്നത്, ഇപ്പോൾ ആളുകളുടെ അറ്റൻഷൻ സ്പാനൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഒരാൾ വന്ന് ക്ലാസ് എടുക്കുന്ന ഉപദേശിക്കുന്ന ഒന്നും പ്രത്യേകിച്ച് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ അത് ആ സീനുകളൊക്കെ ആളുകൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും അത് എന്താണോ അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ബാലൻസ് വേണമല്ലോ, ഇത് അങ്ങോട്ടും പോകാൻ ഇങ്ങോട്ടും പോകാൻ പാടില്ല. ഇതിപ്പോൾ നിങ്ങൾ ഫൈലിന് കണ്ടേക്കുന്ന ഒരു എഡിറ്ററിൻ്റെതായ ഒരു നല്ല ചട്ടക്കൂടിയിൽ ഒതുക്കിയ ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ വന്ന് അഭിനയിക്കാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് അതിൻ്റെ അത് തോന്നിയ പ്ലസ്സുകളൊക്കെ ആ സമയത്ത്. അപ്പം എനിക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇത് എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും അങ്ങനെ വന്നത്. അപ്പം ആ വെച്ചേക്കുന്ന പരിപാടി നമ്മളൊരു പരിപാടിയിലേക്ക് എത്തിക്കുക എന്നുണ്ടായിരുന്നു. പിന്നെ വരുന്ന ഒതുക്കങ്ങളൊക്കെ പിന്നീടായിരിക്കാം. മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ വിഷൻ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ അത് അങ്ങനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പ്രേമത്തിന് കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ കരുതി. ഒരു സംവിധായകനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും അല്ല, എനിക്കൊന്ന് കുറച്ചുകൂടി ഭയങ്കര ഈസി ആയിരിക്കുമെന്ന് തോന്നി. കാരണം അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടേതായ ഒരു ടെൻഷൻ എല്ലാ പരിപാടികളും അവർക്ക് അറിയാമല്ലോ. അപ്പം അവർ പിന്നെ അങ്ങനെ കൂടുതലായിട്ട് വന്ന ഇടപെടൽ പരിപാടികളോ ഒന്നുമില്ല. അവർക്ക് സജഷൻസിന് എല്ലാവരും പറയും, നമുക്ക് അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറയും, നമുക്ക് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കാം. എന്നാൽ പോലും ഒരു ഡയറക്ടർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കതൊരു വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തിട്ടായിരിക്കും അത് വേണോ വേണ്ടോ എന്നൊക്കെ ചിന്തിക്കുക. മറ്റവർ പറഞ്ഞാലും നമ്മൾ എടുക്കാതിരിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അതിനൊരു സ്പെഷ്യൽ പരിഗണന ഉണ്ടായിരിക്കും. അല്ല, ഇതിലെ കാസ്റ്റിംഗ് എല്ലാവരും ഇങ്ങനെ എടുത്തു പറയാറുണ്ട്. അതിൽ പ്രധാന കാര്യമാണ് ബിജുക്കുട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം. അപ്പോൾ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ. നമുക്ക് മിക്കവാറും പടങ്ങളിൽ വളരെ കോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് അങ്ങനത്തെ അഭിനയമാണ് അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് വളരെ ഒതുക്കത്തിൽ വളരെ സട്ടിലായിട്ടുള്ള പെർഫോമൻസും അവസാനം എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് ഒക്കെ ആയിരുന്നു അവസാനത്തെ ആ സീനുകളൊക്കെ മാറിപ്പോയത്. അതുമാത്രമല്ല, നമ്മൾ എല്ലാ വിഷുക്കാലത്തും കണ്ട് കളിയാക്കി ചിരിച്ചിരുന്ന ഒരു സംവിധായകന്റെ ഭാവനയിലൂടെ അതിനൊരു മറുപുറം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റി. അപ്പോൾ ഈ അദ്ദേഹത്തെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, ഇങ്ങനെ അഭിനയിക്കാം, ഈ രീതിയിലാക്കാം, അതൊക്കെ എങ്ങനെ ബിജുക്കുട്ടൻ എന്ന ഒരു പുള്ളിയിലേക്ക് ആ കാസ്റ്റിംഗ് വന്നപ്പോൾ പോയി പരിപാടികളൊക്കെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. പുള്ളിക്ക് അത് ഭയങ്കര സന്തോഷമായി. പുള്ളി അങ്ങനത്തെ ഒരു പരിപാടികൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം പുള്ളി ഇത് ചെയ്യുമെന്ന് നമുക്ക് അപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് എല്ലാത്തിനെയൊക്കെ മുകളിലായിരിക്കും. അപ്പം ആദ്യത്തെ ദിവസം ഷൂട്ട് ഇവർ സുധീഷ് ചേട്ടൻ അങ്ങനെ ബാക്കി 4 ഫാമിലീസ് ഉള്ളൊരു ഇതുണ്ടല്ലോ, ഫാൻസി ഡ്രസ്സിന്റെ കോസ്റ്റ്യൂമാണെന്നൊക്കെ പറഞ്ഞ ആ സീൻ അത് ഷൂട്ട് ചെയ്യുന്ന സ്കൂൾ തുടങ്ങി വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ സീൻ. അപ്പോൾ ഇവർ ആർട്ടിസ്റ്റൊക്കെ 4 പേര് ഒരുമിച്ച് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ മാനസികം, അപ്പോൾ ഇവരുടെ വീടുകളിലൊന്നും അല്ല, നമ്മൾ ആ സ്കൂൾ ആണ് ആദ്യം തുടങ്ങിയത്, നേരെ സ്കൂളിൽ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നും എനിക്ക് അറിയാനും ഒരു ഭയങ്കര ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയായിരിക്കും ഇത് ഈ 4 പേരുടെ പരിപാടി മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ ആ ടൈമിൽ നല്ല ടെൻഷനുണ്ട്. പക്ഷേ വന്ന ഫസ്റ്റ് ദിവസം തന്നെ ഇവരെല്ലാം ഭയങ്കര സിങ്കായി. ഇപ്പം ഇനി മേലെ അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട, വേറെ വള്ളികളൊന്നും വരായിരുന്നാ മതി. There is a perfection in every imperfection എന്ന് പറയും. അതുപോലെ ആണ് ഈ കാര്യങ്ങളും. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലുള്ള ഹാഷിർ ആൻഡ് ടീംസിന്, ഹാഷിർ, അലൻ, അജിൻ, വിനായക്, ഇവർ യൂട്യൂബിലെ വ്യൂവേഴ്സിന് ഭയങ്കര
അവരായിട്ട് തന്നെ അംഗീകരിക്കാം, അതിലെ ഷോർട്ട് വീഡിയോസ് അവർക്കും ഒക്കെയാണ്. പക്ഷേ ഇവരെപ്പോഴും പലപ്പോഴും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ യൂട്യൂബിൽ കണ്ട അതേ തമാശ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല, വേറൊരു കഥാപാത്രങ്ങളാണ് ഇവർ. പലപ്പോഴും അത് ആ പരീക്ഷണം പാളിപ്പോവാറുണ്ട്. കാരണം ഇവരുടെ ഒരു ഫെയിം വെച്ചിട്ട് നമുക്കൊരു സിനിമ എടുക്കാൻ നോക്കുമ്പോൾ. പക്ഷേ ഇതിൽ കറക്റ്റായിട്ട് അവരുടെ ആ കൂട്ടായ്മ, അവരുടെ സൗഹൃദത്തിനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവരുടെ കോമ്പിനേഷൻ സീനും ഇമോഷണൽ സീനും ഒക്കെ, കാരണം അവർ യൂട്യൂബ് ചെയ്യുന്ന എല്ലാം തമാശകളാണ്, അവരെ ആളുകളെ കരയിപ്പിക്കുന്ന, എല്ലാം ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള വീഡിയോസാണ്. പക്ഷെ ഇതിൽ ആളുകൾ ഞെട്ടിക്കുന്ന രീതിയിൽ, പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഇമോഷണൽ സീനും ഫൈറ്റ് സീനും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെങ്ങനെയൊക്കെ ഗ്രൂം ചെയ്യാൻ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ ഇവർ റീൽ ചെയ്യുന്ന പോലെ ഇവരെ ആരും സിനിമയെ കാണരുത്, അല്ല ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ പോവല്ലോ. നമുക്ക് ഇങ്ങനെ സിനിമ ചെയ്യാൻ ഒരു അവസരം വന്നതാണ്. ഇത് നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളും ചിന്തിക്കും. എല്ലാ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ആൾക്കാരെ വെച്ച് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് പോരായ്മ, എന്താണ് പ്രശ്നങ്ങൾ വന്നത്, അല്ല എന്തുകൊണ്ടാണ്, അതൊക്കെ നമ്മളും ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു സിനിമയായിട്ട് തന്നെ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി ഇവർക്കൊരു വർക്ക്ഷോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജേഷ് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വർക്ക്ഷോപ്പ് ചെയ്തപ്പം. ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് എന്താണ് നമ്മുടെ പരിപാടി എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അവർക്ക് നല്ല ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇമോഷണൽ സീനുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യത്തിൽ അവർക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ 4 പേരിൽ ആരാണെന്ന് ഏറ്റവും ബെറ്റർ എന്ന് എപ്പോഴും ഭയങ്കര കൺഫ്യൂസ് ആവും. അതിൽ ആരെ, അജിനാണേലും വിനായകനാണേലും അലനാണേലും പല സമയങ്ങളിൽ നമ്മളെ മാറ്റി ഇന്ന ആളെ ഇങ്ങനെയൊന്നും അല്ല. അപ്പോൾ ആഷറിൻ്റെ പരിപാടിയിലേക്ക് വരുമ്പോൾ ആഷറിനെ എനിക്ക് പേഴ്സണലി നമുക്ക് ഈ 4 പേരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആഷർ എന്ന് പറഞ്ഞ ഒരാൾ കാരണമാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ അവരെ നമ്മളങ്ങ് അത്ര സ്പെഷ്യലായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ ഷൂട്ടിംഗ് ടൈമിൽ അങ്ങനെ അതൊന്നുമില്ല. നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ നമുക്ക് വേണ്ടി എന്താണോ ആ രീതിയിൽ തന്നെയാണ് അവർ കൂടുതലും. അവർ നല്ല ഡെഡിക്കേഷനായിട്ട് തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ടൈപ്പ് പിള്ളേരാണ് അവർ. നമുക്കും അപ്പോൾ അത് കൂടുതൽ ഇന്നാകണേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ 5 പേരും നിന്ന് സംസാരിക്കുമ്പോഴാണേലും ഞാനും അവരിൽ ഒരാളായിട്ട് തന്നെ നിന്ന് സംസാരിക്കാറുള്ളൂ. അവർ എന്നെ കാണുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികളെ അഭിനയിപ്പിക്കാൻ കുറച്ച് പാടാണല്ലോ, അവർ പെട്ടെന്ന് അവർ ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആവില്ല. അപ്പോൾ എങ്ങനെ അവരെ നിങ്ങൾ ഈ മൂഡാണ് പിടിക്കുന്നത്? ഞാനിങ്ങനെ കുറേ കുഞ്ഞു കഥകളൊക്കെ ഉണ്ടാക്കിയതൊക്കെ മൊത്തം ഈ കുഞ്ഞു പിള്ളേരുടെ കഥകളായിരുന്നു കൂടുതലും. നാട്ടിലൊക്കെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഈ കുഞ്ഞു പിള്ളേരായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമൊന്നും തോന്നിയില്ല. നമ്മളും അവരിൽ ഒരാളായിട്ട് നിന്നാലേ നമുക്കും അത് കിട്ടത്തുള്ളൂ. ബേസിക്കലി അവർ നല്ല ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ് 2 പേരും. അലൻ്റെ ആഷറിൻ്റെ ചെറുപ്പം ചെയ്തേക്കുന്ന കുട്ടികളെല്ലാം. എൻ്റെ അനിയത്തിയാ പക്ഷെ ഒരു പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ. നീ അവന്റെ മുഖത്തോട്ടം നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ? അപ്പോൾ അഭിമന്യു എന്ന് പറഞ്ഞ ആളാണ് ആഷറിൻ്റെ ചെറുപ്പം ചെയ്ത മോൻ. ആ കുഞ്ഞാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഭയങ്കര ദൂരെ ഒരു സ്ഥലത്തു നിന്നൊക്കെ വരുന്ന വളരെ സാധാരണപ്പെട്ട ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം അവർക്കാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് സിനിമ. അഭിനയം എന്ന് പറഞ്ഞ കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ 2 പേർക്കും. ആളുകൾക്ക് ഇപ്പോൾ അഭിനയിക്കാൻ പേടിയൊന്നുമില്ല. ഇല്ല. അപ്പോൾ അവരാണെങ്കിൽ കുറച്ചുകൂടി ഭയങ്കര എനർജറ്റിക്കാണ്, നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെ ആ അഭിമന്യുവിൻ്റെ സീനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരു പാട്ടോ പരിപാടിയോ ഒന്നും ഇല്ല. അവിടെ കുറേ കട്സുകളൊക്കെ വന്ന് പോകാന്നുള്ളൊരു മൂടേ ഉള്ളൂ. അങ്ങനെ ആ പയ്യൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയാണ് ഇങ്ങനെ കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാം, നമുക്ക് സമയത്തിനുള്ളിൽ എടുത്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇവർ 2 പേരും ആ 2 പയ്യന്മാരും ഒരു സ്ഥലത്തു നിന്ന് വരുന്ന അവർ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്നൊക്കെയാണ്. അപ്പോൾ അവർക്കൊരു കോംബോ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിൽ ഇപ്പോൾ ഇതുപോലെ അഭിനേതാക്കൾ മാത്രമല്ല, ഈ പടത്തിനെ എലവേറ്റ് ചെയ്തതിന് പ്രധാന ഒരു കാരണം അതിന്റെ സംഗീതവും കൂടെയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമല്ല, പാട്ടുകളും സ്വതന്ത്ര സംഗീത സംവിധായകരൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ആദ്യം റിലീസായി വാനിലച്ചെടി എന്നുള്ള പാട്ട് കുട്ടികൾക്ക് വരെ പാടി നടക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കമ്പോസിഷനും. കുട്ടികളത് വളരെ ഏറ്റെടുത്ത് പാടിക്കൊണ്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്ഥിരം സങ്കല്പത്തിലുള്ള പാട്ടുകളൊന്നും അല്ലല്ലോ, പുതിയ തരത്തിലുള്ള പാട്ടുകളും വരികളും ഒക്കെയാണ്. അപ്പോൾ എന്താ ഇങ്ങനെ ഈ വാഴയിലെ ആ ഒരു ട്രെൻഡ് പിടിക്കാൻ വേണ്ടി തന്നെയാണ് വാഴ 2 അതേ രീതിയിൽ തന്നെ? അതെ തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെ കുറച്ചുകൂടി ആൾക്കാർക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇന്നാകും. ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലാതെ പല ആൾക്കാരുടെ, പക്ഷെ അത് ശരിക്കും ഇങ്ങനെ ഉണ്ടാകാനൊരു കാരണം ഈ പറയുന്ന അങ്കിത് മേനോൻ എന്ന് പറഞ്ഞ ആള് അങ്ങനെ നിന്നുകൊണ്ടായിരിക്കാം. വല്ല ഇപ്പം വേണേൽ ലീഗ് അടിക്കാം, പൊട്ടിപ്പോകാം, തെറിച്ച് പോകാം, അതുപോലെ വർക്ക് എങ്ങനെ വേണമല്ലോ. പക്ഷെ ആള് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ വളരെ അങ്കിതാണ് ഇതിന്റെ മൊത്തം മ്യൂസിക്കിന്റെ എല്ലാം ചെയ്യും. അപ്പം ആളാണ് എല്ലാ പരിപാടികളിലും ലാസ്റ്റ് വട്ടം ടോൺ ചെയ്ത്
ിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആളുടേതായ ഒരു കൈവപ്പ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നാണ്. പിന്നെ ഈ വന്നേക്കുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര അടിപൊളി ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഞാനും ഇങ്ങനെ അങ്ങനെ വലിയ മ്യൂസീഷ്യന്മാരോടൊന്നും അങ്ങനെ, എൻ്റെ കുറച്ച് കൂട്ടുകാർ പാട്ട് പാടും, അങ്ങനെയൊക്കെയുള്ളൊരു കണക്ഷനിലൂടെയൊക്കെ ഞാൻ സംഗീതം കൂടുതൽ കേട്ടിട്ട് തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ പ്ലേലിസ്റ്റൊക്കെ വളരെ ശോകമാണ്. വണ്ടിയെ പോലെ ഒരാൾ പാട്ട് വെപ്പിക്കുന്നില്ല എന്നെ കൊണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഇവരെ 10 പേരെ അടുത്ത് മ്യൂസീഷ്യന്മാരൊരു വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായത്. അപ്പം പലരും വന്നും പോവും. അപ്പം ഞാനും ഫസ്റ്റ് ആദ്യമൊക്കെ എനിക്കും ഭയങ്കര ടെൻഷനാണ്, ഇത് എങ്ങനെയാണിത് മൊത്തത്തിൽ പോകുന്നത് വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ അവരുടെ ടീം ഭയങ്കര അടിപൊളിയാണ്. ഈ അങ്കിത് മേനോൻ കൊണ്ടുപോകുന്ന രീതികളൊക്കെ ഭയങ്കര നൈസാണ്. അപ്പോൾ അതൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെയുള്ള എല്ലാവരുടെയും ബെസ്റ്റ് ഇൻപുട്ട് തന്നെ ഇതിൻ്റെ അകത്ത് അവരെല്ലാം തന്നിട്ടുണ്ട്. തൂക്കി ചുവന്ന കരങ്ങളോടെ, അത് അർക്കാഡോ എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പൊ പുള്ളി അടിപൊളി ആളാണ്. അതും അതിലെ ലിറിക്കും ശബരീഷ് വർമ്മയുടെ വരികളും വളരെ ഇതായിട്ടുണ്ട്. കാരണം പിന്നെ കോട്ട് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പദപ്രയോഗം എടുത്ത് മലയാളീകരിച്ച്, അപ്പൊ ആളുകൾക്കും കാര്യം പെട്ടെന്ന് പിടികിട്ടും എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ വരികളും ഇപ്പോൾ പുതിയ തരത്തിലുള്ള വരികളായി, ആളുകൾക്ക് അർത്ഥം കുറച്ചുകൂടെ പെട്ടെന്ന് സീനിന് എന്താണോ വേണ്ട ആ തരത്തിലുള്ള വരികളിലേക്ക് മാറിയില്ല. ഭയങ്കര അപ്ലൈഡ് ലിറിക്സ് ആണ്. അതെ. ഓൾറെഡി സിനിമ മൊത്തം ആയതിനു ശേഷം, എഡിറ്റ് ഫസ്റ്റ് ഹാഫ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഉണ്ടായ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തു എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ട്. ആളാണ് മറ്റേ സുന്നത്ത് കല്യാണത്തിൻ്റെ പാട്ട്. അപ്പം അതിന് ഫൈനൽ മ്യൂസിക് അല്ല, പക്ഷെ ആ ലിറിക്സ് പരിപാടികളൊക്കെ നമ്മൾ പടം തുടങ്ങുന്നതിന് മുമ്പേ കിട്ടിയിരുന്നു നമുക്ക്. പിന്നെ പെറ്റി വീണ മണ്ണില എന്നുള്ള പാട്ട് ഉണ്ടല്ലോ, അതും ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷെ ഇതൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്യുമെന്നോ അല്ലെ എവിടേക്ക് എത്തുമെന്നോ ഒന്നും അന്ന് ധാരണയില്ലായിരുന്നു. ഈ സുന്നത്ത് കല്യാണത്തിന് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട്, ഇങ്ങനെ ഈ സ്ഥലം. പക്ഷേ അന്നും ഇത്രയും ഷോട്ട് വേണ്ട എന്നൊക്കെയുള്ള തീരുമാനം, നമുക്കത് അങ്ങനെ വേണോ വേണ്ടെന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ആ പാട്ട് ഉപയോഗിക്കണോ വേണ്ടെന്നൊക്കെയുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ഇനി ആ പാട്ട് ഞാൻ വന്ന് എന്നെ വിപിഞ്ചറിനാണ് ഇങ്ങനെ കേൾപ്പിച്ചത്. കേട്ടപ്പം പോലെ എൻ്റെ മൈൻഡിൽ ആ പാട്ടുണ്ട് ഇങ്ങനെ. എനിക്കത് എങ്ങനെയും ചെയ്യണമെന്നല്ല ഭയങ്കര ആഗ്രഹം. അപ്പം നമുക്കാണെങ്കിൽ ഒരു ദിവസം നമുക്കത് പെർമിഷൻ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ ആ പുള്ളിയോടൊക്കെ പറഞ്ഞു, ചേട്ടാ ഒരു ദിവസം കൂടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് സോങ്ങായിട്ട് പരിപാടി സെറ്റാക്കാൻ പറ്റും, ആ സോങ് അവിടെ കിട്ടുമോ എന്നൊക്കെ എന്നൊക്കെ ചോദിച്ചു. അപ്പം അത് എനിക്ക് തോന്നിയതാണ്, അങ്ങനെ ചെയ്താൽ റെഡി ആകുമെന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ ആളോട് പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് പുള്ളി ഒരു ചുമ്മാ റഫായിട്ടൊരു സാധനം ചെയ്തു തന്ന് അത് വെച്ചിട്ടൊക്കെയാണ് അതൊക്കെ ഷൂട്ട് ചെയ്ത് പോയത്. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടിന് നമുക്ക് ആദ്യം റെഫറൻസ് ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു ഇടി നടക്കുമ്പോൾ ആ പാട്ട് വരുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മളത് ശരിക്കും സ്ക്രിപ്റ്റ് എഴുതുന്ന ടൈമിൽ തന്നെ വിപിൻ ചേട്ടൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള തോന്നൽ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആൾ പല സമയത്തും സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ആളാണേലും ഇപ്പം നമുക്കാണേലും എന്തൊക്കെ കഴിവുണ്ട് കഴിവില്ല എന്നൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം. അത് നമുക്കും അതേപോലെ റെസ്പെക്റ്റ് ആയിട്ടാണ് ആളെ കാണുന്നത്. വിപിൻ ദാസ് എന്ന സംവിധായകനെ ഗുരുസ്ഥാനീയനായി തന്നെ കാണുന്നു. തീർച്ചയായിട്ടും. അത് ആളൊരിക്കലും സമ്മതിച്ചില്ലേല് അങ്ങനത്തെ ഒരാളാണ്. കാരണം നമ്മളും എവിടെയോ പോകേണ്ടതാണല്ലേ. ഇപ്പം ഇങ്ങനെ ഒരു സിനിമ ചെയ്തില്ല, ചിലപ്പോൾ ഞാൻ വേറെ ടൈപ്പ് ആയിരിക്കും സിനിമ ചെയ്യുന്നത്, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ വേറെ ആയിരിക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് തന്ന്, അല്ലെ ഇങ്ങനെ എനിക്കൊരു കുറച്ച് സാധ്യതകൾ തുറന്നു തന്ന ആളാണ്. ഞാൻ ശരിക്കും ജയ എന്ന് പറഞ്ഞ പടത്തിലാണ് ആളോട് അസോസിയേറ്റ് ആയിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഒരു ട്രാവലിൽ ആൾക്ക് ഹ്യൂമർ കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അത് എനിക്ക് ഒരു രീതിയിൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, എന്ന ഗുണമായിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും അറിയില്ല അതെങ്ങനെ വർക്കായെന്നൊക്കെ ഉള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഭയങ്കര ടെൻഷനോടുകൂടിയാണ് അങ്ങനെയുള്ള ഇത് ഹ്യൂമറാണെന്ന് പറഞ്ഞിട്ട് ഉള്ള പറയുന്ന സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഭയങ്കര ടെൻഷനാണ്. അത് ചില പ്രശ്നമാണ് എനിക്കത്. പക്ഷേ ആളുടെ കൂടെ വന്നപ്പോൾ എനിക്കതൊക്കെ ചെറിയ രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലൊരു കാഴ്ചപ്പാട് നമ്മുടെ സിനിമയിൽ നിന്ന് എപ്പോഴും നമുക്ക് ഒരു സിനിമ ആയിരിക്കുമല്ലോ നമ്മളെപ്പോഴും സ്വാധീനിക്കുന്നത്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമുക്ക് ഇതുപോലുള്ള സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു. പുള്ളി നമുക്ക് ഇന്ന സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെയൊക്കെ ഒരാളാണ്. ഇപ്പം എൻ്റെ കൂടെ ഇതിനു മുമ്പ് ഞാൻ സാമെന്ന് പറഞ്ഞു ചേർന്നത് ആളുടെ കൂടെയാണ് ആദ്യം ഞാൻ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആളും ഇത് വിപിൻ ചേട്ടൻ്റെ വേറൊരു പതിപ്പാണ്. അപ്പം ആൾ കുറച്ച് സീരിയസ് ആയിട്ട് സിനിമ അങ്ങനത്തെ സിനിമകളൊക്കെ അങ്ങനത്തെ സിനിമയുടെ ഒക്കെ ഒരു മൂഡാണ്. വിപിൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നേരെ തിരിഞ്ഞ് വേറെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പം രണ്ടുപേരും എന്നെ രണ്ട് രീതിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. മറ്റേ ആളെ എനിക്ക് നല്ല പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, നല്ല സിനിമകൾ കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നൊക്കെ കുറച്ചുകൂടി എന്നെ ഇന്നാക്കി
നോക്കിയിട്ടുണ്ട് നല്ലതായിട്ട്. ഞാൻ ഇവിടെ വിൻചേട്ടർക്ക് എത്താൻ പോലും കാരണം ആളുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇവിടുന്നായിട്ട് കുറച്ച് പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അത് ഇങ്ങനത്തെ ഒരു സിനിമയപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ഒരു അവസരം കിട്ടി, ചെയ്ത് അത്രയേ ഉള്ളൂ. ഇപ്പോൾ സവിൻ പലപ്പോഴായി പറയുന്നുണ്ട് കൂട്ടായ്മയുടെ ഒരു വിജയമാണ്, കൂട്ടായ്മയുടെ ഒരു നന്മയാണ് അതിലുണ്ടായിരുന്നതെന്ന്. നമുക്ക് ആ സിനിമ കാണുമ്പോഴും മനസ്സിലാവും. കാരണം ആ സിനിമയിലും സൗഹൃദം പൂത്തലെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നല്ല കൂട്ടായ്മകളിൽ നിന്ന് ഇതുപോലെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, അത് മൊത്തത്തിൽ പ്രേക്ഷകരെ രസിപ്പിക്കട്ടെ. അത് കേരളം മാത്രമല്ല, കേരളത്തിൻ്റെ അതിർത്തികളെ കടന്ന് ഇപ്പോൾ ലോകം മൊത്തം കൂട്ടായ്മയുടെ ആ വിജയം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല കൂട്ടായ്മയിൽ എത്തിപ്പെടാനും നല്ല സിനിമകൾ ഉണ്ടാക്കാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു. സംവിധായകൻ സവിൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹായം സയ്യിദ് അൻവർ. ചിത്രപതംഗം. അവതരണം ആകാശവാണി കൊച്ചി നിലയം.